चक दे इंडिया बाकी नोकाम। दूसरी तरफ युवाओं का ऐसा भी वर्ग है जो वैश्वीकरण, उदारीकरण, निजीकरण और विनियोजीकरण की लाभ परिधि से बिल्कुल बाहर है. നമ്മൾ തൊട്ട് മുൻപത്തെ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തു ഗ്ലോബലൈസേഷൻ്റെയും ലിബറലൈസേഷൻ്റെയും ഒക്കെ പ്രയോജനം ഉൾക്കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരെയാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ പറയാണ് ദൂസരി തരഫ് യുവാओं का ऐसा भी वर्ग है. മറുവശത്ത് യുവാക്കളുടെ ചെറുപ്പക്കാരുടെ മറ്റൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ലാഭപരിധിയിൽ നിന്ന്, അതായത് പ്രയോജനങ്ങളിൽ നിന്ന് തീർത്തും പുറത്തായി നിൽക്കുന്നവർ. ഇക്കൂട്ടരിലേക്ക് ഇപ്പറഞ്ഞ ലിബറലൈസേഷൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒന്നും പ്രയോജനം, ലാഭം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. യഹ് വർഗ് अर्ध भूख, अर्ध बेरोजगारी, घोर आर्थिक विषमता, ठहराव, चेतना विलगाव, निम्न स्तरीय गतिशीलता, शासकीय प्रशासकीय भेदभाव, धार्मिक व जातिगत भेदभाव आदि का मारा हुआ है. അപ്പോൾ ഇവരിലേക്ക് ഈ പറഞ്ഞതിൻ്റെ ഒന്നും പ്രയോജനം എത്തിച്ചേർന്നിട്ടില്ല എന്നു മാത്രമല്ല, ഇവർ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഐസൊലേഷൻ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന കൂട്ടരാണ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ട ബേസിക് കൺസിഡറേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലാണ് ഇവരുടെ ജീവിത രീതികൾ. അതുപോലെ തന്നെ ഭരണതലത്തിലും വേറിട്ട് കാണുന്ന ഒരു കാഴ്ച, ഇവരെ മാർജിനലൈസ് ചെയ്ത് നിർത്തുന്ന ഒരു അനുഭവമാണ് ഇവർക്കുണ്ടാവുന്നത്. അതുപോലെ ജാതിപരമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ളൊരു വേർതിരിവ് ഇവർ അനുഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള വേർതിരിവ് അനുഭവിച്ചു വരുന്നതാണ് ഇക്കൂട്ടർ എന്നാണ് ലേഖകൻ പറയുന്നത്. ഇസ് വർഗ് കെ യുവാओं की मंजिल അമേരിക്ക, ലണ്ടൻ യാ പാരീസ് നഹി ഹെ. അപ്പോൾ ഇവർക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആവശ്യങ്ങൾ പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പം ഇവരെങ്ങനെയാണ് അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ സ്വപ്നം കാണുന്നത്? അവരുടെ ലക്ഷ്യം അമേരിക്കയോ ലണ്ടനോ പാരീസോ ഒന്നും തന്നെ അല്ല. ഇൻകി മഞ്ചിൽ ഏക് അദത് നൗകരി, छोटा प्यारा सा घर, स्वच्छ पेयजल, परिवार को साफ सुथरी शिक्षा व चिकित्सा, कर्जदारी से मुक्ति, उत्पीड़क प्रशासन तंत्र से निजात, समतामूलक सामाजिक परिवेश और जिला मुख्यालय व प्रदेश राजधानी में सम्मानपूर्ण सुनवाई. ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? ഏക് അദത് നോക്കരി, ഒരു നല്ല ചെറിയൊരു ജോലി. ഛോട്ടാ പ്യാരാസ ഘർ, സ്വസ്ഥമായിട്ട് സുരക്ഷിതമായിട്ടും ജീവിക്കാൻ വേണ്ട ഒരു ചെറിയ വീട്. സ്വച്ഛ് പേയ്ജൽ, ശുദ്ധമായ കുടിവെള്ളം. പരിവാർക്കോ സാഫ് സുഥരി ശിക്ഷ വ ചികിത്സ, കുടുംബാംഗങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസവും ചികിത്സയും. കർജ്ദാരിസെ മുക്തി, കടമൊന്നും ഇല്ലാത്തൊരു ജീവിതം, കടത്തിൽ നിന്നെല്ലാമുള്ളൊരു മോചനം. ഉത്പീഡക് പ്രശാസൻ തന്ത്രസെ നിജാത്, അതായത് ഭരണരംഗത്ത് നിന്നുള്ള ചൂഷണങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം. സമതാമൂലക് സാമാജിക് പരിവേഷ്, സമൂഹത്തിൽ അവർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള തുല്യമായ ഒരു പരിഗണന. और जिला मुख्यालय व प्रदेश राजधानी में सम्मान पूर्ण सुनवाई, അതുപോലെ തന്നെ ജില്ലാ മുഖ്യാലയ, കളക്ട്രേറ്റ്, അതുപോലെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഒരു ബഹുമാനം, അതായത് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇത്രയൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇസേ ചാഹിയെ ദോ പഹിയേക്ക് സൈക്കിൾ, ട്രെയിൻ ഓർ ബസ് മേ ജഗഹ്, അതുപോലെ തന്നെ ചെറിയ സൈക്കിള്, പിന്നെ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുമ്പം അതിനുള്ളൊരു സൗകര്യം. ഇത്രയൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാറേ ഓർ ഹവായി യാത്രയെ ഇസ്കെ ബോധ് ജഗത് സെ ബാഹർ കി ചീജേ ഹെ. അവർ ഒരിക്കൽ പോലും വലിയ കാറ് വേണമെന്നോ കാറിൽ യാത്ര ചെയ്യണമെന്നോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അവരുടെ മനസ്സിലേക്ക് അതൊന്നും കടന്നു വന്നിട്ട് പോലുമില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. जब यह युवा जीवन जीने के न्यूनतम अवसरों से वंचित रहता है तो जंगल की ओर दौड़ता है, बंदूक उठाता है और राजसत्ता से बगावत कर बैठता है. പിന്നീട് ലേഖകൻ പറയാണ്, ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏറ്റവും ചെറിയ
സാഹചര്യങ്ങൾ പോലും ലഭ്യമാകാതെ വരുമ്പോൾ, അതിൽ നിന്നൊക്കെ വഞ്ചിതരായിരിക്കുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? അവർ മോഹഭംഗത്തിനും നിരാശയ്ക്കുമൊക്കെ അടിമപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് കാടുകളിലേക്ക് പോയി ഒളിക്കുന്നു, അവിടുന്ന് തോക്കെടുക്കുന്നു. അതുപോലെ ഭരണരംഗത്തിന്, രാജ്യഭരണത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിലകൊള്ളുന്നു. അവരുടെ ശത്രുക്കളായി മാറുന്നത് ഭരണ സംവിധാനം തന്നെ ആയിരിക്കും. അപ്പോൾ അവർ അതിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നു. इनमें से ही कोई माओवादी बनता है, उल्फावादी या अलगाववादी बन जाता है, और या फिर धर्म मजहब के नाम पर धार्मिक आतंकी बन जाता है. അപ്പോൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ചെറുപ്പക്കാരാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും കിട്ടാതെ വരുമ്പം അവർ മാവോവാദികളോ ഉൽഫാവാദികളോ ഒക്കെ ആയി മാറുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരും പറഞ്ഞ് മത തീവ്രവാദികളായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ധാർമ്മിക ആതങ്കി അതാണ്. यदि गहराई से विचार करें तो समाज के एक युवा वर्ग के लिए हिंसा एवं अपराध भी जीने का सहारा बन गए हैं. അപ്പോൾ ഇതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അക്രമങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു കൂട്ടർ നമ്മൾക്കിടയിലുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നൊക്കെ വഞ്ചിതരാകുമ്പം എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അക്രമികളും തീവ്രവാദികളും കുറ്റവാളികളും ഒക്കെ ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ऐसी स्थिति में यह वर्ग सामाजिक व राजनीतिक संस्थाओं के अपराधीकरण की ओर झुक जाता है. राजनीतिक शक्तियाँ इस वर्ग का निहित स्वार्थों की पूर्ति के लिए इस्तेमाल करने लगती हैं. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലും പല പ്രവർത്തനങ്ങളും നടത്താനായിട്ട് തയ്യാറാകുന്നു. ഇവരുടെ ശത്രു എന്ന് പറയുന്നത് സിസ്റ്റമാണ്, ഭരണ സംവിധാനമാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. കാര്യം ഇവർക്ക് ജീവിക്കണം, ഇവർക്ക് ജീവിക്കാനുള്ള ഒന്നും സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ സിസ്റ്റത്തെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ആ ഒരു രീതിയെ മുതലെടുക്കാൻ കുറേ അധികം രാഷ്ട്രീയ ശക്തികളും നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ രാഷ്ട്രീയ ശക്തികൾ ഇവരെ തങ്ങളുടെ സ്വാർത്ഥ പൂർത്തിക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. इसकी मिसाल है गंगाजल अपहरण युवा जैसी फिल्मों की कथावस्तु. അപ്പം ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഗംഗാജൽ, അപഹരൺ, യുവ തുടങ്ങിയ സിനിമകൾ. ഇസ് വർഗ കാ യുവ മാഫിയ സംസ്കൃതി കാ ജനക്, പോഷക് ഓർ വാഹക് ബനാ രഹതാ ഹെ. ഈ ഗ്രൂപ്പിൽപ്പെട്ട യുവാക്കൾ മാഫിയ സംസ്കാരത്തെ വികസിപ്പിക്കുകയും അതിനെ പോഷിപ്പിക്കുകയും എല്ലായിടങ്ങളിലും എത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. अब यह संस्कृति किसी विशेष संप्रदाय, जाति, क्षेत्र, भाषा तक सीमित नहीं रह गई है, बल्कि यह सार्विक परिघटना बन चुकी है. നേരത്തെ ഒക്കെ ഈ സംസ്കാരം, മാഫിയ സംസ്കാരം ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിലായിരുന്നു നിലകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെന്നോ ജാതിയെന്നോ പ്രദേശമെന്നോ ഭാഷയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലായിടത്തും ഇതിപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞ ഈ മാഫിയ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ന് സാർവിക് പരിഘടന ആയി മാറിയിരിക്കുന്നു, പൊതുവായിട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു, എങ്ങും കാണാവുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. इसकी चपेट में जहाँ बिहार, उत्तर प्रदेश जैसे राज्य हैं, वहीं मुंबई, कोलकाता जैसे महानगरों में भी यह अमरबेल बनी हुई है. ഇത് ബിഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഈ മാഫിയ സംസ്കാരം പ്രചരിച്ചു കഴിഞ്ഞു. भारतीय युवाओं का एक ऐसा वर्ग भी उभरा है जो पूरी तरह से प्रोफेशनल है. यह किसी भी दृष्टि से मध्ययुगीन या पुराणपंथी नहीं है. ഭാരതീയ യുവാക്കളുടെ വേറൊരു ഗ്രൂപ്പും കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്രൊഫഷണലാണ്. അവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട യുവാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. നമ്മൾ ഇത്രയും നേരം കണ്ട ഗ്രൂപ്പ് ഓഫ് യുവാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തരായ, തീർത്തും പ്രൊഫഷണലായ ഒരു ഗ്രൂപ്പ്. एक वक्त था जब युवा वर्ग सरकारी व सार्वजनिक क्षेत्रों की नौकरी पर आधारित हुआ करता था.
शिक्षा प्राप्ति के तुरंत पश्चात युवक या युवती सरकारी क्षेत्र में जाना चाहते थे और जीवन पर्यंत वहीं रहकर पगार व पेंशन पर पले रहना चाहते थे. आज का प्रोफेशनൽ युवा इस സിൻഡ്രോം से बाहर निकल चुका है. അപ്പം പണ്ട് കാലം തൊട്ടുള്ളൊരു രീതി എന്ന് വെച്ചാൽ യുവാക്കളെല്ലാവരും വിദ്യാഭ്യാസത്തിന് ശേഷം ഗവൺമെൻറ് സെക്ടറിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കും. എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് വേണം. എന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നിടത്തോളം ആ ഒരു പ്രായം വരെ ജോലി ചെയ്യുക. അതിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കിട്ടുന്ന പെൻഷൻ ഉപയോഗിച്ച് സുഖകരമായ ജീവിതം നയിക്കുക. ജീവിതാവസാനം വരെ ഇങ്ങനെ പോകുന്നൊരു രീതിയായിരുന്നു, അല്ലെ ട്രെൻഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ പ്രൊഫഷണൽ യുവാക്കൾ എങ്ങനെയാണ്? ഈ ഒരു സിൻഡ്രോമിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല ആശ്രയം, അല്ലെങ്കിൽ അവർ മറ്റു രീതിയിലുള്ള ജോലികളിലേക്കും താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രൊഫഷണൽ യുവാओं का वर्ग निजी क्षेत्र में जाकर, പ്രൊഫഷണൽ യുവാക്കളുടെ ഈ ഗ്രൂപ്പ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ അവർ പ്രബന്ധക്, IT പ്രൊഫഷണൽ, ഹോട്ടൽ ഇൻഡസ്ട്രി, മീഡിയ ജൈസെ കാമോ മേ ജുഡ്ന ചാഹത്താ ഹെ. മാനേജിംഗ് പോസ്റ്റുകൾ, മാനേജർ പോസ്റ്റുകൾ, അതുപോലെ തന്നെ IT പ്രൊഫഷണലുകൾ, പിന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി, മീഡിയ തുടങ്ങിയ മേഖലകളിലേക്കും അവർ ചെന്നെത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു. വഹ് സ്വവ്യവസായി ബന്ന ചാഹത്താ ഹെ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ആരംഭിക്കാനും സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാനും ഇവർ ആഗ്രഹിക്കുന്നു. വിദേശോ മേ പഹുഞ്ച് കർ അനിവാസി ഭാരതീയ കി ശ്രേണി മേ ഷാമിൽ ഹോന ചാഹത്താ ഹെ. ഇക്കൂട്ടർ വിദേശ രാജ്യങ്ങളിലെത്തി NRI എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. आज अकेले अमेरिका में ही करीब 25 लाख भारतीय IT तथा अन्य उच्च प्रौद्योगिकीय क्षेत्रों में कार्यरत है. അപ്പം ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്, അതായത് ലേഖകൻ ഈ എസ്സേ എഴുതിയ സമയത്ത് 2007-8 കാലഘട്ടങ്ങളിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ മാത്രം 25 ലക്ഷത്തോളം ഭാരതീയ യുവാക്കൾ IT ഫീൽഡിലും മറ്റ് ടെക്നോളജിക്കൽ മേഖലകളിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. जाहिर है प्रोफेशनल युवाओं का यह वर्ग चाहता है कि भारतीय शासन व्यवस्था शांतिपूर्ण ढंग से चले, आर्थिक व राजनीतिक स्थिरता रहे और दिल्ली का नेतृत्व पश्चिमोन्मुख बना रहे. പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ യുവാക്കളുടെ ആഗ്രഹം എന്താണ്? ഈ ഗ്രൂപ്പിൻ്റെ ആഗ്രഹം എന്താണ്? ഭാരതത്തിലെ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ശാന്തിയോടെ സമാധാനപൂർണ്ണമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ രീതിയിൽ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി കൈവരണം. ഇങ്ങനെ ആടിക്കളിക്കാതെ ഒരു സ്ഥിരത കൈവരണം. അതേപോലെ തന്നെ ഡൽഹിയിലെ നേതൃത്വം പശ്ചിമോന്മുഖ് ബനാ രഹേ, അതായത് ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥയും വെസ്റ്റേണൈസ്ഡ് ആകണം. ഇവർ കമ്പയർ ചെയ്യാണ് ഭാരതത്തെ വെസ്റ്റേൺ സിസ്റ്റവുമായിട്ട്. സംക്ഷേപ് മേ യഹ് വർഗ് ചാഹത്താ ഹെ കി, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രൊഫഷണൽ യുവാക്കളുടെ ഈ ഗ്രൂപ്പ് ആഗ്രഹിക്കുന്ന എന്താണ്? ഭാരത് അമേരിക്കാമയ ബനേ, ഭാരതവും ഒരു അമേരിക്കാമയമായി തീരുക, ഒരു അമേരിക്ക ആയിത്തീരുക എന്നതാണ് അവരുടെ ആഗ്രഹം. ദൂസരെ ശബ്ദോ മേ യഹ് ഭാരത് മേ അമേരിക്ക ഓർ അമേരിക്ക മേ ഭാരത് ദേഖ്ന ചാഹത്താ ഹെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭാരതത്തിൽ അമേരിക്ക ഉണ്ടാവുക, അല്ലെങ്കിൽ അമേരിക്കയിൽ ഭാരതം ഉണ്ടാവുക. അതാണ് ഇവരുടെ ആഗ്രഹം. एक और इसे आर्थिक समृद्धि चाहिए और दूसरी ओर सांस्कृतिक विरासत भी. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലേതുപോലെയുള്ള ഒരു സാമ്പത്തിക സമൃദ്ധി, സമ്പത്ത്, ജീവിത സൗകര്യങ്ങളൊക്കെ ഇവർക്ക് വേണം. അതേസമയം സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ കാണുന്ന ഒരു സാംസ്കാരിക പൈതൃകം അതും ഇവർക്ക് വേണം. അതാണ് പറഞ്ഞ ഭാരത് മേ അമേരിക്ക और अमेरिका में भारत देखना चाहता है. शीत युद्ध पूर्व भारत और शीत युद्ध उत्तर भारत दोनों ने 2 प्रकार के युवा वर्गों को जन्म दिया है. शीत युദ്ധ എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ ആണ്. അപ്പം അതിന് മുൻപുള്ള ഭാരതവും അതിന് ശേഷമുള്ള ഭാരതവും 2 തരത്തിലുള്ള യുവാക്കളെയാണ് സൃഷ്ടിച്ചത്. जब सोवियत संघ जिंदा था, साम्यवाद का बोलबाला था, तब का युवक काफ़ी हद तक दृष्टि संपन्न व പ്രതിബദ്ധത സമ്പന്ന ഹുവാ കർത്താ था. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന സമയത്ത്, കമ്മ്യൂണിസത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്ന സമയത്ത്, എങ്ങും കമ്മ്യൂണിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സമയത്ത്, ആ സമയത്ത് യുവാക്കൾ ഒരു പരിധിവരെ കാഴ്ചപ്പാടുള്ളവരായിരുന്നു. അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരുന്നു. छठे दशक के युवा आंदोलन, 7वें दशक के भारत निर्माण आंदोलन, जयप्रकाश आंदोलन, संपूर्ण क्रांति जैसी घटनाओं में प्रतिबद्ध युवा वर्ग की सक्रिय उपस्थिति को देखा जा सकता है.
അതിൻ്റെ തെളിവാണ് ഇന്ത്യയിൽ 60കളിലും 70കളിലും ഒക്കെ നടന്ന വിവിധ സമരങ്ങൾ. അങ്ങനെ ഇന്ത്യയിൽ നടന്ന പല വിധത്തിലുള്ള സമരങ്ങളിലും ഇപ്രകാരം റെസ്പോൺസിബിളായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയ യുവാക്കളെ നമുക്ക് അവരുടെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നമുക്ക് കാണാവുന്നതാണ്. लेकिन उत्तर शीत युद्धकालीन भारत में प्रोफेशनलिज्म और कॉरपोरेट कल्चर में युवा ऊर्जा का अभूतपूर्व नियोजन दिखाई देता है. എന്നാൽ കോൾഡ് വാറിന് ശേഷം ഭാരതത്തിലെ യുവാക്കളുടെ എനർജി മൊത്തം, അവരുടെ കഴിവ് മൊത്തം പ്രൊഫഷണലിസം അതുപോലെ തന്നെ കോർപ്പറേറ്റ് കൾച്ചർ ഈ രണ്ട് മേഖലകളിലായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ദേശ് കെ കോൾ സെൻറ്റർ യുവാओं की बदौलत ही चल रहे हैं. രാജ്യത്തെ കോൾ സെൻറ്ററുകളെല്ലാം യുവാക്കളുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവമേ യഹ് വർഗ് ലഗ്ഭഗ് അരാജ്നീതിക് ഹെ. അപ്പോൾ ഇവരെല്ലാം കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ബഹുരാഷ്ട്രീയ കമ്പനികളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ എന്താണ് നടക്കുന്നത്, ഭാരതത്തിലെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്, ഇതിൽ നിന്നൊക്കെ ഇവർ മാറി നിൽക്കുകയാണ്. ഇവർ തീർത്തും അരാജ്നീതിക് ഹേ, അതായത് രാഷ്ട്രീയമില്ലാത്തൊരവസ്ഥ, അരാഷ്ട്രീയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശ് കെ एक बड़े युवा वर्ग का विराजनीतिकरण किया जा चुका है. यह प्रक्रिया भविष्य में भी जारी रहेगी. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് രാജ്യത്തെ യുവാക്കളെ അരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ ഇടയിൽ ഒരു അരാഷ്ട്രീയവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിലും ഈ ഒരു പ്രോസസ്സ് തുടരും എന്നാണ് ലേഖകൻ പറഞ്ഞു വയ്ക്കുന്നത്.